റോബിനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിന്തകൾ തരാനുണ്ട്. ആദ്യത്തെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്ന് ആധുനിക ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യണത് നമ്മൾ വിലക്കുറവ് നോക്കി നടക്കും. വിലക്കുറവ് ഭൂരിഭാഗം പേരും വിലക്കുറവ് വെച്ചാൽ നമ്മുടെ കയ്യിൽ വരുമാനം കുറവാണ്. അത് മാത്രമല്ല, നാളെ പറ്റി ഒത്തിരി ഉത്കണ്ഠയുള്ളവരായതുകൊണ്ട് നാളത്തേക്കുള്ള പൈസ സ്വരൂപിച്ചു വെക്കാൻ ഇന്ന് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ വില കുറവിങ്ങനെ നമ്മൾ നടന്നു പോയി നാളെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസുകൾ, അവരിൽ ഒത്തിരി ഇൻഷുറൻസുകൾ ഒക്കെ നമ്മൾ എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പോളിസികൾ 15 വർഷം 20 വർഷം 25 വർഷം കിട്ടാവുന്ന രീതിയിൽ ഒത്തിരി പോളിസികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പൈസ ഇല്ലാതെ നമ്മൾ മുമ്പിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഏറ്റവും വില കുറച്ച സാധനങ്ങൾ, ഈവൻ നമ്മുടെ എണ്ണക്കടികൾ, ഈ കടകളിലൊക്കെ കരിഞ്ഞ എണ്ണയിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയ 5 രൂപയുടെ 6 രൂപയുടെ എണ്ണക്കടികൾ, അതുപോലെ വില കുറവുള്ള സാധനങ്ങൾ ഒത്തിരി വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഇന്ന് അവസ്ഥ എന്താ? നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെ എടുക്കാം. എന്തെല്ലാം അസുഖങ്ങളുണ്ട്. മരണം വരെ കഴിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ കഴിഞ്ഞാല് പെട്ടെന്ന് മരണാവുന്നത് വിട്ട് നമ്മള് കടന്നു പോകുന്ന പ്രഷറടക്കമുള്ള പ്രഷർ, ഷുഗർ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലി രോഗമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കടന്നു വന്ന് നമ്മൾ മരുന്ന് കഴിക്കണം. എന്തുകൊണ്ട് മാറുന്നില്ല? ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മരുന്ന് തന്നാൽ 1 മാസം 2 മാസം കൂടി നമ്മുടെ പ്രഷർ മാറണ്ടേ, അല്ലെങ്കിൽ ഷുഗർ മാറണ്ടേ? എന്തുകൊണ്ട് മാറണില്ല? നമ്മൾ ചിന്തിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തിനും നമ്മൾ മരുന്ന് കഴിച്ചാൽ മാറും, ജീവിതശൈലി നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറണില്ല. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനിൽ വരുന്ന മാറ്റമാണ് നമ്മളുടെ ഈ പ്രശ്നം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ പൂർവികരുടെ ഭക്ഷണ രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ പറയാം. നമ്മള് കണ്ടിച്ചേമ്പ് അല്ലെങ്കിൽ വാഴ പിരിക്കുന്ന സമയത്ത് വാഴയുടെ മാങ്ങ്, അതുപോലെ തന്നെ മാങ്ങണ്ടിയൊക്കെ വെള്ളത്തിലിട്ട് അതിലെടുത്ത് തല്ലിപ്പൊട്ടിച്ച് അതിന്റെ കാമ്പ് കൊണ്ട് അടയുണ്ടാക്കി കഴിക്കും. ഒത്തിരി പഴയ മനുഷ്യർ കഴിച്ചുകൊണ്ട ഭക്ഷണ രീതി ഇതെല്ലാം വിട്ടു. ഇന്ന് നമ്മൾ ചോറ്, കറി, ഇറച്ചി, മീന്, സിസ്റ്റമാറ്റിക്, അതുപോലെ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 6 മണിക്കും 11:30 12 മണി 1 മണി നേരത്തെ ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ വ്യത്യസ്തങ്ങളായ അടിപൊളി ഫുഡുകൾ കിട്ടുന്ന സമയമാണ്. അപ്പൊ നമ്മളെല്ലാം ഇന്ന് ഈ ടൈപ്പ് ഫുഡിന്റെ പുറകെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുറവുകളാണ് നമ്മളുടെ ഇന്നത്തെ പ്രശ്നം. കേവലം ഒരു വണ്ണം കുറവോ വണ്ണം കൂടുതലോ അല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേണ്ട നമുക്ക് അത്യാവശ്യമല്ല വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീന്റെ കുറവുകളാണ്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫുഡിന്റെ അഭാവമാണ് നമ്മൾ ഇന്ന് രോഗികളാക്കി തീർക്കുന്നത്. ആ ന്യൂട്രീഷൻ ഫുഡിന്റെ അഭാവം പരിഹരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ആൾക്ക് പ്രായം കൂടുമ്പോൾ മനസ്സിനും ബോഡി ലാംഗ്വേജിനും പ്രായം കൂടുന്ന അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. ന്യൂട്രീഷൻ ഫുഡ് വരുമ്പോൾ പ്രായം കൂടും, പക്ഷെ മനസ്സിനും ശരീരപ്രകൃതിക്കും ബോഡി ലാംഗ്വേജിനും ചെറുപ്പം വയ്ക്കും. ആന്റി ഏജിങ്ങിലൂടെ കടന്നു. അപ്പൊ ന്യൂട്രീഷൻ ഫുഡ് ഇന്ന് നമ്മുടെ ഒരു മനുഷ്യന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് നമ്മളൊരു കഥ പറയും, വാങ്ങിക്കുന്നവനെ ഉപയോഗിക്കുന്നവനെ അറിയുന്നില്ല. അത് ശവപ്പെട്ടിയെ കുറിച്ച് പറയാം. സെയിം തന്നെയാണ് ഇന്നത്തെ ഭൂരിഭാഗവും ഡെപ്പോസിറ്റ് സ്കീമുകളും. നമ്മൾ ഒത്തിരി ഇൻഷുറൻസുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ആ ഇൻഷുറൻസുകൾ അല്ലെങ്കിൽ നമ്മൾ 15 വർഷം 20 വർഷം കിട്ടാവുന്ന രീതിയിൽ കൂടുന്ന ഡെപ്പോസിറ്റ് സ്കീമുകളെല്ലാം തന്നെ ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരോഗ്യമില്ലാതെ 25 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന സമയത്ത് ആള് ജീവിച്ചിരിപ്പുണ്ടാവില്ല, മറ്റൊരാളെ ഉപയോഗിക്കാം. ഈ അവസ്ഥയിൽ നമ്മൾ മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എനർജറ്റിക് ആയിരിക്കണം, നമ്മൾ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായി തീരണം. അപ്പോ നമ്മൾ ആരോഗ്യമുള്ള മനുഷ്യനായി തീരാൻ എന്താണ് വേണ്ടത്? അത് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ന്യൂട്രീഷന്റെ കുറവുകൾ, ആ കുറവുകൾ പരിഹരിച്ച് എനർജറ്റിക് ആവുകയാണ് നിങ്ങളെല്ലാം പവർഫുൾ ആവുക. നിങ്ങൾക്ക് എൻ്റെ പഴയ ഫോട്ടോസ് ഞാനിതിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കും എൻ്റെ പോലെ പവർഫുൾ ആകാം. നിങ്ങൾക്കും സ്വാഗതം. ഞാനും എൻ്റെ ഫാമിലിയും ഇന്ന് എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ന്യൂട്രീഷൻ ഫുഡ് വിത്ത് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകളും എന്നെ പറഞ്ഞ് ഞാൻ കണ്ട് മനസ്സിലാക്കിയത്, കണ്ട് ബോധ്യപ്പെട്ടതുമായ അറിവുകളുമാണ്. എന്റെ ഭക്ഷണക്രമത്തിൽ ഉണ്ടായിരുന്ന തെറ്റുകളെ ഞാൻ കറക്റ്റ് ചെയ്ത് ജീവിതശൈലിയെ ഞാൻ ക്രമപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഒരു പവർഫുള്ളായി. നിങ്ങൾക്കും ഇത് സാധ്യമാണ്. അപ്പൊ നിങ്ങളെയും
ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, വെരി താങ്ക് യു.